ലോകം പോലെ എടുക്കാൻ നോക്കി ലോകാവരാതായി പോയ ഒരു പിഞ്ചിക്കീറിയ പ്രേതപ്പടാണ് നാഷണൽ ക്രിഞ്ചിന്റെ താമ. സോ ഈ പടത്തിന്റെ കഥ നടക്കുന്നത് മനുഷ്യരക്തം ജ്യൂസ് അടിച്ച് കുടിക്കുന്ന കുറെ കൊടൂര വാമ്പയേഴ്സ് അടങ്ങുന്ന ഒരു യൂണിവേഴ്സിലാണ്. ഇവരുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മനുഷ്യർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നല്ല മനുഷ്യരും മറ്റേത് ദുഷ്ട മനുഷ്യരും. സോ നന്മയോളികളായ ഈ വാമ്പയേഴ്സ് മൊത്തം നമുക്ക് ദുഷ്ട മനുഷ്യരുടെ രക്തം മാത്രം കുടിക്കാം, അതാകുമ്പോൾ ഭൂമിയിൽ നല്ല മനുഷ്യന്മാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് വാമ്പയേഴ്സിന്റെ നോർത്ത് ഇന്ത്യൻ ഘടകത്തിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഒക്കെ കൂടി ഒരു ഇൻഡോ ചൈന സമാധാന കരാറിലൊക്കെ ഒപ്പുവെച്ച് നടക്കുമ്പോഴാണ് 1947 ഇന്ത്യയിൽ ഒരു വലിയ കലാപം നടക്കുന്നത്. അന്ന് എന്നത്തെയും പോലെ ഈവനിങ് വാക്ക് കഴിഞ്ഞ് ബ്ലഡ് അടിക്കാൻ വേണ്ടി ഈ വാമ്പയേഴ്സ് വന്ന് നോക്കിയപ്പോൾ മനുഷ്യർ മുഴുവൻ അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മി തല്ലി ചത്തിരിക്കണം. അത് കണ്ടതോടുകൂടി ഈ മനുഷ്യന്മാരുടെ ഇടയിൽ നല്ലതുമില്ല ചീത്തയില്ല, ഇവന്മാര് മുഴുവൻ വിഷമാണ്, ഇവന്മാരെ രക്തം കുടിച്ചാൽ വിഷം കയറി ചാവെന്നും പറഞ്ഞ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണ പോലെ ചോര കുടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് നമുക്ക് വല്ല പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ രക്തം മതി എന്ന് പറഞ്ഞ് ഒരു കാട്ടി കയറി ഒളിച്ച് അവിടെ പെൻഷൻ പറ്റി ജീവിച്ചു പോരും. അതായത് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെ ഈ വാമ്പയേഴ്സും കാട് കയറി ഈ നർത്തം. അങ്ങനെയുള്ള ആ വാമ്പയർ കാട്ടിൽ ജീവിക്കുന്ന ഒരു വെകിളി പിടിച്ച വാമ്പയർ ആണ് റോട്ടിൽ കൂടെ പോണവർക്കെല്ലാം സാരി വെച്ച് കാണിച്ചു കൊടുത്തതിന് നാട്ടിൽ കിടന്ന പുഷ്പ ചവിട്ടി പുറത്താക്കി കാട്ടി കയറിയ ശ്രീവല്ലി. കാട്ടി വന്ന് കയറിയത് ഒരു മരപ്പട്ടി കടിച്ചുകൊണ്ട് കള്ളിയങ്കാട്ട് നീലിനെ പോലെ ശ്രീ വള്ളിയങ്കാട്ട് നീലിയെ മാറിയ ലവളെ ആ കാട്ടുവാസികൾ മൊത്തം താടകാന്ന് വിളിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് തപ്പി തപ്പി തടക്കാന്നും വിളിക്കും. പക്ഷെ നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ലവള വസ്ത്രദാനത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവിടെ അറ്റ്ലീസ്റ്റ് സാരി ഉടുത്തിട്ടാണ് നടന്നെങ്കിൽ ഇവിടെ അതടക്കം വലിച്ചു കുറച്ച് കളഞ്ഞിട്ട് വിത്തൗട്ട് ആയിട്ടാണ് നടത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂസ് റിപ്പോർട്ടറായ അലോക് എന്ന് പറഞ്ഞ ഒരുത്തൻ വൈറലാവാൻ വേണ്ടി കാട്ടി കയറി ഷൂട്ടറിന്റെ ഇടയിൽ ഒരു പെരുങ്കരടിയുടെ മുന്നിൽ പോയി പെടുക. അതാണെങ്കിലോ പണ്ടൊരു രാജാവ് കൊല്ലം വന്നപ്പോ നീ എന്നെ സുഡറിയാണ്ടാന്ന് ചോദിച്ചൊരു കരടി എന്ന ഒരു ആനന്ദ കരണ്ടിക്ക്. അങ്ങനെ അതിനെ കണ്ടവൻ ഓടി ഓടി അവസാനം ഇപ്പൊ ചാവെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ താടക പറന്ന് വന്ന് ആ കരടിയെ തൂക്കിയെടുത്ത് എറിയുക. നമ്മുടെ ഈ താടകയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അതായത് ലെവൽ തുമ്മിയാലടക്കം ആ പരിസരത്തുള്ള ചീലിലൊക്കെ പൊട്ടിത്തെറിക്കുക. അമ്മാതിരി പവറാണ്. ഈ മാടിനൊക്കെ ഒന്ന് ജലദോഷം വന്നുള്ള അവസ്ഥയെ പിന്നെ വിസിൽ മിഴുങ്ങിയ ചൊറുത്തവള മഴ വരുമ്പോ വരമ്പത്തിരുന്ന് കരയണ പോലെ ഒരു സൗണ്ടിലാണ് ലവൾ ചിരിക്കുക. പിന്നെ നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ എന്ത് ചെയ്യും? ഏറിപ്പോയ സുഖമാണോ എന്ന് ചോദിക്കും. അത്ര തന്നെ. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. പക്ഷെ ഈ വാമ്പയേഴ്സ് തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഈ രീതിയിലാണ് അഭിസംബോധന ചെയ്യുക. ഡീമോൺ സ്ലെയറിലെ നെസുക്കോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ആനിമി ഫാനായ രശ്മിക്ക് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ ഇത് കണ്ട ടാൻജിറോന്റെ നെസുക്കോനെ പോലെ ഇല്ല, നാസർ നസിക്ക് വിട്ട നെസുക്കോനെ പോലെ ഉണ്ട്. ഇങ്ങനെ ഒട്ടേറെ കഴിവുകളുള്ള ഒരു പ്രത്യേകതരം വാമ്പയറാണ് നമ്മുടെ താടക. അങ്ങനെ അവതാറിലെ നെയ്ത്തേരിനെ പോലെ ആദ്യമായിട്ടൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്ന വാമ്പയറിന്റെ എക്സ്പ്രഷൻ ഇടാൻ ഡയറക്ടർ പറഞ്ഞപ്പോ ഈ മന്ദപ്പ് മന്ദാനെ കാണിക്കുന്ന കുറെ എക്സ്പ്രഷൻ ഉണ്ട്. അതൊക്കെയാണ് ദത്. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. അവൾ എന്നിട്ട് കാട്ടി വന്ന് പെട്ടവനെ കുറെ പച്ചമരുന്നും കൊടുത്ത് രക്ഷിച്ച് വിശന്നപ്പോ പഴവും പച്ചക്കറിയും ഒരു മൊയലിനൊക്കെ പിടിച്ചു കൊടുത്ത് ഒരു റിട്രോ സോങ് കിട്ടി രണ്ടും കൂടി കാട്ടിക്കൂടെ ഡുവറ്റ് നടത്തുമ്പോഴാണ് ആ കാട്ടിലുള്ള മറ്റ് കാട്ടു വാമ്പയേഴ്സ് ഒക്കെ കൂടി വന്ന് അവനെ തൂക്കിയെടുത്തോണ്ട് പോയി അവരുടെ വാമ്പയർ ഗ്രാമത്തിലെ ഗുഹേന്റെ ഉള്ളിലുള്ള ഒരു പെരിയ ഡ്രാക്കുളയ്ക്ക് അവനെ തിന്നാനിട്ട് കൊടുക്കുക. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഇന്ത്യയിൽ വന്ന സമയത്ത് ആളുടെ അടക്കം രക്തം കുടിച്ച വാമ്പയേഴ്സിന്റെ തന്നെ പെരുന്തച്ഛനാണത്ര ഈ കൊണച്ച ഇന്ത്യൻ ഡ്രാക്കുള. പക്ഷെ 47 ബാക്കിയുള്ള വാമ്പയേഴ്സ് മുഴുവൻ കൂടി നിർത്തിയെങ്കിലും ഈ ഡ്രാക്കുള കുണുവാവ് മാത്രം ചോര കൂടി നിർത്താത്തത് കൊണ്ട് ബാക്കിയുള്ള വാമ്പയേഴ്സ് എല്ലാം കൂടി അതിനെ പിടിച്ച് ഈ ഗുഹേനുള്ളിൽ പൂട്ടിയിട്ടാണ് അത്രേ. ഇത്രയും ഗതികെട്ടൊരു ഡ്രാക്കുള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഗുഹ വീണ അലോകിനെ ഡ്രാക്കുള ഇപ്പൊ തിന്നെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ നെസുക്കോ താടക പറന്നു വന്ന് അവനെ തൂക്കിയെടുത്ത് നേരെ കണ്ടവഴി ഓടി കോയമ്പത്തൂർ വഴി പോണ ഒരു ലോറി ചാടി കയറുക. ഈ അലോകാണെങ്കിലോ അവളെ കൊണ്ട് നേരെ നാട്ടിൽ വന്ന് ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി അപ്പൊ തന്നെ അവളൊരു ഐറ്റം ഡാൻസിനെ കൂടെ കൊണ്ടുപോകും. ആ ഡാൻസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് കുറെ കുടിയന്മാര് അവളെ കയറി പിടിക്കാൻ നോക്കുക. ഒന്നുമില്ല, മന്ദാനിക്ക് മാസ് കാണിക്കാൻ ഒരു സീൻ വേണമല്ലോ. സോ കുറച്ച് വാമ്പയർ മാസാവാം. അങ്ങനെ അവൾ അവരെ മൊത്തം അടിച്ചു പരത്തിയപ്പോഴാണ് ഇവള് പിടിക്കാൻ വേറൊരു വാമ്പയർ ആയ ഒരു പോലീസുകാരൻ വരും. ആൻഡ് ഈ വാമ്പയേഴ്സ് തമ്മിൽ കണ്ടുപിട്ടി എന്ത് നടക്കും നമുക്കറിയാലോ.
സോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവളും വാമ്പയർ ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ പോലീസ് വാമ്പയർ കേസൊന്നും എടുക്കാണ്ട് അവളെ നേരെ തിരിച്ച് കാട്ടിക്കൊണ്ട് വിടാൻ പറയും. അങ്ങനെ അവളെ ഒരു തരത്തിൽ KSRTC കയറ്റി വിട്ടപ്പോഴാണ് നമ്മുടെ അലോകിന് കഴപ്പ് മൂക്കുക. അവൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ആ ബസ്സിന്റെ പുറകെ പാഞ്ഞി റോട്ടിൽ കൂടെ അവളെ നോക്കി ഓരോ കോപ്രായം കാണിച്ച് പോണ വഴി ആക്സിഡന്റ് ആയി നമ്മുടെ ഈ അലോക് പരലോകത്തേക്ക് പോകും. പരദേശം നായിക്ക് അതന്നെ വേണം. ഈ പൊലം കെട്ടവന് മര്യാദ കാറിൽ കൊണ്ട് വിട്ടാ പോരാ, അവന് KSRTC ഉണ്ടാക്കണം. താവട നീ നായെ. പക്ഷെ അലോക് ഡെഡ് ആയത് മന്ദാനിക്ക് സഹിക്കാൻ പറ്റൂലല്ലോ. സോ അവളെ അപ്പൊ തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി അവനെ കഴുത്തി പിടിച്ചൊരു കടി അങ്ങോട്ട് വെച്ചുകൊടുക്കും. അതോടുകൂടി നമ്മുടെ വെറും അലോക് ഒരു വാമ്പയർ അലോകായി മാറും. ഈ താടക വന്നിട്ട് ജീവിതത്തിൽ ഇതുവരെ ബ്ലഡ് കൊടുക്കാത്ത നാറീനെ ഒരു ബ്ലഡ് ബാങ്കിലൊക്കെ കൊണ്ടുപോയി ബ്ലഡ് കുടിക്കാൻ കൊടുത്ത് വാമ്പയർ ട്രെയിനിങ് ഒക്കെ നടത്തി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബെഡിയ യൂണിവേഴ്സിൽ നിന്നും ബെഡിയുടെ ഫ്രണ്ട് ഈ യൂണിവേഴ്സിലെ കടമറ്റത്ത് മൊട്ടനാരിനെ കാണാൻ വരും. അയാൾ ശക്തി കുറഞ്ഞ ഈ ബെഡിയുടെ ശക്തി കൂട്ടരെങ്കിൽ ഒരു വാമ്പയറിന്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞത് ആ ബെഡിയെ പറഞ്ഞു വന്ന് ഈ വാമ്പയറും വൂൾവറിനും കൂടി ചോര കുടിക്കാൻ വേണ്ടി മരണട്ടി. അടിയുടെ അവസാനം ശക്തി കുറഞ്ഞ ബെഡിയെ ജെട്ടിയില്ലാതെ ഓടിച്ചതിന്റെ സന്തോഷത്തിൽ ഇതുങ്ങൾ രണ്ടും കൂടി പിന്നെയും പോയി ഒരു ഐറ്റം ഡാൻസ് അങ്ങോട്ട് കീച്ചും. ആൻഡ് അവിടെ പോയി നോക്കിയപ്പോഴുണ്ട് ഐറ്റം ഡാൻസറായ നോറ മുതൽ അവിടെ ഉള്ള ഒരു 150 ജൂനിയർ ഡാൻസേഴ്സ് വരെ വാമ്പയർ. ക്ലോസപ്പിലുണ്ട് ആന്റി ജെം മൗത്ത് വാഷ് ഫോർമുല. ഇത് വായിൽ എല്ലാ കോണുകളും ആഴത്തിൽ വൃത്തിയാക്കുന്നു. വാമ്പേഴ്സിനെ കൂട്ടിയിടിച്ച് അവിടെ നടക്കാൻ വയ്യ. ഇതുങ്ങളിലൊക്കെ വീട്ടിൽ രാവിലെ പാൽ പാക്കറ്റിന് പകരം ചോര പാക്കറ്റ് ഇട്ട് പോകേണ്ട അവസ്ഥയാണല്ലോ. അങ്ങനെ ഈ ഡാൻസർ വാമ്പേഴ്സ് മൊത്തം നമ്മുടെ താടകനെ പിടിച്ചുകൊണ്ട് പോയി കാട്ടിലുള്ള പെരിയ ഡ്രാക്കുളയുടെ അടുത്ത് കൊണ്ടുപോയി ഇട്ടതും അവളെ അന്വേഷിച്ച ആ കാട്ടി വന്ന് അലോക ആ ഡ്രാക്കുളനെ അടിച്ചു കൊന്ന് വാമ്പേഴ്സിന്റെ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കും. എന്നിട്ട് ഫൈറ്റിൽ ജയിച്ച അലോകിനെ ആ കാട്ടുവാസികളെല്ലാം കൂടി ഡ്യൂണിലെ പോൾ അട്രഡേഴ്സിനെ പോലെ ആ വാമ്പേഴ്സിനെ മുഴുവൻ രാജാവായി നിയമിച്ചതും ആ സന്തോഷത്തിൽ ഇവരൊക്കെ കൂടി പിന്നെ ഒരു ഐറ്റം ഡാൻസിന് എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ പടം കഴിഞ്ഞത്രേ ബൊമ്മാർക്കന്ത്ര വയ്യേ ഐറ്റം ഡാൻസ് കാണിക്കാനേ ഒരു പടം. സോ സ്ഥിരം കാണിക്കുന്ന രശ്മികയുടെ ക്രിഞ്ച് മാത്രമല്ല, പുതുതായിട്ട് ഈ പടത്തിൽ ഒരു റെക്കോർഡ് കൂടി ഉണ്ട്. അതായത് ദിസ് മൂവി ഹോൾഡ്സ് എ റെക്കോർഡ് ഫോർ ദി മോസ്റ്റ് നമ്പർ ഓഫ് ഐറ്റം ഡാൻസ് ഇൻ എ സിംഗിൾ ഫിലിം. 3 എണ്ണം. പിന്നെ ഹിന്ദിക്കാർക്ക് ഇത് മതി, നമുക്കിത്